الحمد لله رب العالمين أحمده حمد الشاكرين وأشهد أن لا إله إلا الله وحده لا شريك له كلمة حق قامت عليها السماوات والأرضين وبها أرسل الله الرسل مبشرين ومنذرين ولأجلها انقسم الناس إلى مؤمنين وكافرين فمن سبقت له السعادة بالإيمان كان من الناجين ومن تنكب عنها واتبع هواه كان من الهالكين وأشهد أن محمدا عبد الله ورسوله وأمينه على وحيه وخيرته من خلقه المبعوث بالدين القويم وصراط المستقيم أرسله الله رحمة للعالمين وإماما للمتقين وحجة على الخلائق أجمعين صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസികളെ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും കീഴടങ്ങി മരണം വരെയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ അടിത്തറ, അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കലും അത് വിശ്വസിക്കലും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം അത് തൗഹീദാണ്. അതിന് നേരെ വിപരീത പദമാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ശിർക്ക് ചെയ്യാതെ ജീവിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഞാൻ ഇരിക്കുകയാണ്. റസൂൽ ചോദിച്ചു, യാ മുആദ് ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി, അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് അറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അല്ലാഹു സ്വയം നിശ്ചയിച്ചു നൽകിയ തന്റെ മേലുള്ള ബാധ്യത എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന് സൃഷ്ടികളോടും സൃഷ്ടികൾക്ക് അല്ലാഹുവിനോടുള്ള കടപ്പാട് എന്താണ് എന്നാണ് ചോദ്യത്തിന്റെ സാരം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, വറസൂലുഹു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിയുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി, തീർച്ചയായും ദാസന്മാരുടെ സൃഷ്ടികളുടെ മേലുള്ള അല്ലാഹുവിനോടുള്ള ബാധ്യത യഅ്ബുദൂഹു, അവനെ ആരാധിക്കലാണ്. വലാ യുശ്രികൂ ബിഹി ശൈഅൻ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. വഹഖൽ ഇബാദി അലല്ലാഹി, എന്നാൽ അല്ലാഹു സ്വയം നിശ്ചയിച്ച് തന്റെ അടിമകളുടെ മേലുള്ള ബാധ്യതയായിട്ട് അല്ലാഹു പറഞ്ഞ കാര്യം അല്ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ശൈആ, അവരോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നു. റബ്ബിനോടുള്ള ഏറ്റവും വലിയ നിർബന്ധ ബാധ്യത എന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞതിനപ്പുറത്ത് അവന് മാത്രം ഇബാദത്ത് എടുക്കണം. അതിനെതിരായ റബ്ബിനെ ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. എന്താണ് ശിർക്ക്? നാളുകള് അസ്വസ്ഥതയോടുകൂടി ശിർക്കും തൗഹീദും പറയുമ്പോൾ ആ ആളുകളെ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എല്ലാം നിങ്ങൾക്ക് ശിർക്കാണ്, ശിർക്ക് ശിർക്ക് ശിർക്ക്, എല്ലാം കിർക്ക് കിർക്ക് എന്ന് കളിയാക്കുന്ന ഒരു കാലം. എന്താ ശിർക്ക്? ഒറ്റ വാക്കിൽ പറഞ്ഞ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട്, അശ്ശിർക്കു അൻ യജ്അല ലില്ലാഹി നിദ്ദ, അല്ലാഹുവിനെ തുല്യനെ
ആയ ഒരാളെ, അള്ളാഹുവിന് സമന്മാരായ ആളുകളെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തി, വലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകളുടെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ അവർ പറയും വിഗ്രഹാരാധന, പ്രതിമകളെ പൂജിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ മഹാന്മാർക്ക് അള്ളാഹു സ്വന്തമായി കഴിവുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവെ പോലെ മറ്റൊരു ഇലാഹ്, ഇങ്ങനെയൊക്കെയാണ് ശിർക്ക്. ഇങ്ങനെയൊക്കെ വിശ്വാസം വെച്ചാലാണ് ശിർക്ക് വരിക എന്നാണ് പൊതുവിലുള്ള ധാരണ. ശരിക്കും അതാണോ? അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുക എന്നതാണ് ശിർക്ക് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ്. അതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ. പരമപ്രധാനമായി നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോകുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, അത് മാത്രം അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ട് മാത്രം അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രിയപ്പെട്ടവരെ. ശിർക്കും തൗഹീദും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി അവിടെ തൗഹീദുർ റുബൂബിയ്യ അത് പഠിക്കാത്തത് കൊണ്ടാണ് സമൂഹത്തിലെ അധികം പേർക്കും ശിർക്കിന്റെ പേരിലുള്ള ന്യായീകരണം അവർ അതിനുവേണ്ടി എഴുന്നള്ളിക്കുന്നതും അതിനുവേണ്ടി വാദിക്കുന്നതും. എന്താണ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലിഹി, അല്ലാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനെ മാത്രമാക്കുക എന്നതാണ്. കൽ ഖൽഖി വൽ മുൽക്കി, സൃഷ്ടിപ്പ്, അധികാരം, വതദ്ബീർ, നിയന്ത്രണം, വൽ ഇഹ്യാ വൽ ഇമാത്ത, മരിപ്പിക്കുക, ജീവിപ്പിക്കുക പോലുള്ള കഴിവുകൾക്ക് അല്ലാഹു മാത്രമേ കഴിയുകയുള്ളൂ എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ്യ. ഇതിനപ്പുറത്തേക്കായി വേറെ ആർക്കെങ്കിലും അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അധികാരം പോലെയുള്ള അധികാരം ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ തൗഹീദുർ റുബൂബിയ്യയിൽ നിന്ന് അവൻ പുറത്തു കടന്നു എന്നതാണ്. ഉദാഹരണം വളരെ വ്യക്തമായി നമുക്ക് പറയാം, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈജിപ്തിലെ ഇബ്രാഹിം അൻ-നാസി എന്നയാൾ എഴുതിയുണ്ടാക്കിയതാണ് ഇന്ന് സമൂഹത്തിൽ വളരെ പോലിശയായി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാരിയ സലാത്ത്. ചില ആളുകളൊക്കെ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഇതിലിപ്പോ റസൂലിനോട് നേരിട്ടത് തേടുന്നില്ലല്ലോ, അത് റസൂലിനെ ഇടതേടിക്കൊണ്ടല്ലേ, അതിനിപ്പോ എന്താ തെറ്റെന്ന് ചോദിക്കും. അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? തൗഹീദുർ റുബൂബിയ്യത്ത് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ തമ്മ, അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിപൂർണമായ രക്ഷയും അതേപോലെ തന്നെ അനുഗ്രഹവും സലാമും നൽകണേ. എന്നിട്ട് തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാകുന്നത്. വതംഫരിജു ബിഹിൽ ഖുറബ്, ആ പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നത്. വതുഖ്ലാ ബിഹിൽ ഹവായിജ്, ആ പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ വീടുന്നത്. വതുനാലു ബിഹിർ റഗായിബ്, ആ പ്രവാചകനെ കൊണ്ടാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നത്. വഹുസ്നുൽ ഖവാതിം, നല്ല മരണം കിട്ടുന്നത്. വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം, ആ പ്രവാചകനെ കൊണ്ടാണ്, മാന്യമായ മുഖം കൊണ്ടാണ് മേഘങ്ങൾ മഴ വർഷിക്കുന്നതും എന്നുള്ള വിശ്വാസം. ഇത് അള്ളാഹുവിന്റെ മാത്രമായ പ്രവർത്തികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. അഥവാ റുബൂബിയ്യത്തിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റസൂലിനെ പങ്കുചേർക്കുകയാണ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. എന്താ കുഴപ്പം? അള്ളാഹുവോടെ തേടുന്നത് എന്നാണ്. ഇലാഹി സല്ലിമിൽ ഉമ്മ, അള്ളാഹുവേ ഈ ജനതയെ നീ രക്ഷപ്പെടുത്തണേ. മിനൽ ആഫാതി വന്നിഖ്മ, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും. മിൻ ഹമ്മിൻ വമിൻ ഹുമ്മ, മനക്ലേശത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും. തെറ്റുണ്ടോ? ഒരു തെറ്റും. തെറ്റുപതിനെയാ വരുന്നത് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അവസാനം അവിടെയാണ് പ്രശ്നം. അസ്മാഉൽ ബദരീങ്ങളെ കൊണ്ട്, ബദരീങ്ങളെ കൊണ്ടാണ് ഇതെല്ലാം നേടുക എന്ന് പറയുമ്പോൾ ഇവിടെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ രക്ഷിക്കുക എന്ന കാര്യം, രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ആ സിഫത്തിൽ അവിടെ പങ്കുചേർക്കലാണ്. അതാണ് റുബൂബിയ്യത്തിൽ പങ്കുചേർക്കുന്നത്. അതുകൊണ്ടാണ് നാരിയ സലാത്തിൽ ശിർക്ക് വരുന്നതും അതുകൊണ്ടാണ്. കേവലം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ എന്ന നിലക്കാണെങ്കിൽ അത് തനിച്ച ഹറാം ബിദ്അത്തുമാണ്. അതല്ല, നാരിയ സലാത്ത് ചൊല്ലുന്നവൻ ഇതിലൂടെ റസൂൽ കേൾക്കും, നേരിട്ട് തന്നെ കേൾക്കും, സഹായിക്കുന്നതാണെങ്കിൽ പച്ചയായ ശിർക്കാണ്. യാതൊരു സംശയവും. അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന കാര്യം. ഒരൊറ്റ ആയത്തിൽ സൂറത്ത് യൂനുസ് 31 അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരുന്നത്? കണ്ണുകളെയും കാതുകളെയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? ജീവനുള്ളതിൽ നിന്നും മരിച്ചതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഒരൊറ്റ ആയത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ മക്കയിലെ മുശ്രിക്കുകൾ നേരത്തെ തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ്. മൊത്തത്തിൽ അതിന്റെ വിശദീകരണങ്ങളിൽ അവർക്ക് പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അവരതൊക്കെ അംഗീകരിച്ചത് ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണെല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് തന്നെ. മുമ്പ് അങ്ങനെയൊന്നുമല്ല. മുമ്പ് പറഞ്ഞിരുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അള്ളാഹു പോലെ തന്നെ റബ്ബ് എന്തൊക്കെ ചെയ്യും അതൊക്കെ തന്നെ ചെയ്യും. ലോകം നിയന്ത്രിക്കാൻ ആളുകളുണ്ട്. 200-300 കൊല്ലം മരിച്ചുപോയ ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ അവതാരമായിട്ട് ഇറങ്ങിയ ആളുകളുമുണ്ട്. അവിടെയാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ പിഴവുണ്ടായത്. ആലോചനക്ക് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും നുഖബാക്കളായ അള്ളാഹു പ്രത്യേകിച്ച് ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഔലിയാക്കൾ എന്ന് പറയുന്നവർ, അവർ ലോകത്തിന്റെ പല ദിക്കിൽ നിന്ന് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ. ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അള്ളാന്റെ ചോദ്യം. അള്ളാഹു അല്ലാതെ അള്ളാഹുവോടൊപ്പം വല്ല ഇലാഹുണ്ടോ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. നമുക്ക് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് പറയുന്നത്. ആ റസൂലിനെ കൊണ്ട് പ്രയാസങ്ങൾ നിൽക്കുമെന്ന്. കുടുങ്ങിപ്പോയവൻ വിളിച്ചാൽ, കഷ്ടപ്പാടിൽ വിളിച്ചാൽ ആരാണ് അവന് ദുആ ചെയ്യാനുള്ളത്, അവന് ഉത്തരം നൽകാനുള്ളത്? പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആ സ്ഥാനത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവെക്കുന്നത്. റസൂലിന് അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ സാധിക്കും. അതാണ് ശിർക്ക് വരുന്നത് അല്ലേ? വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലൂടെ പറയുന്നത് നിങ്ങൾ അവരോടാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണോ റബ്ബിനോട് തേടാൻ വേണ്ടി, മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് ഉത്തരം നൽകാൻ അവരെ കഴിയൂ. അള്ളാഹു പറയുന്നതാണ് അല്ലേ? അവിടെയാണ് ഇവിടുത്തെ പ്രയാസങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അത്തരത്തിൽ പ്രയാസങ്ങൾ നീങ്ങുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. രണ്ടാമത്തത് ഉലൂഹിയത്തിൽ വരുന്ന ശിർക്കാണ് അല്ലേ? അത് വളരെ ഗൗരവമുള്ള ഒരു മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പിഴച്ചു പോയത്, വഴികേടിലാക്കാൻ പിശാചിന് സാധിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയിലാണ്. ഇലാഹാണെന്ന് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇലാഹല്ല എന്ന വിശ്വാസത്തോടു കൂടി ആരെയും വിളിച്ചു തേടാം എന്നൊരു നിലയിലേക്ക് എത്തുമ്പോ എല്ലാത്തിനെയും 200 കൊല്ലം മുമ്പ് ഉണ്ടായിത്തീർന്ന മനുഷ്യർ എഴുതി ഉണ്ടാക്കിയ പച്ച ശിർക്കൻ കുഫ്റിന്റെ വരികൾ അത് തൗഹീദായി മാറുന്നത് ഈ ഒരു വിശ്വാസം കൊണ്ടാണ്. ഇങ്ങനെ ആളുകളെ പിഴപ്പിച്ചുകൊണ്ട് ഇലാഹാണെന്ന് റബ്ബ് മാത്രം വിശ്വസിച്ചാൽ ബാക്കിയുള്ളവരൊന്നും ഇലാഹല്ല എന്ന് വിശ്വസിച്ചാൽ എന്തുമാകാം. യാ ഗൗതൽ അളമി അബ്ദുൽ ഖാദിർ സുറാ യാ സയ്യിദ് ഹുദുർനി യാ മുഹിയദ്ദീനി. നേരത്തെ തന്നെ ഗൗസുൽ ആദമിനെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ് ഖുതുബിയത്ത് ബൈത്തിലൂടെ. എത്ര പെട്ടെന്ന് അതാണ് പറഞ്ഞത്. വളരെ വേഗത്തിൽ യാ സയ്യിദ് ഹുദുർനി യാ മുഹിയദ്ദീനി. ശൈഖ് മുഹീദ്ദീനെ നേരിട്ട് വിളിക്കുകയാണ്. യാ സയ്യിദി സനദി ഖുദി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇബിൽ മദദി. ഏ സയ്യിദായ എന്റെ സനദേ, എന്റെ ആലംബമേ, എന്റെ അവലംബമേ, ഖൗതി എന്റെ സഹായമേ, മദദി കുല്ലി ളഹീറൻ അലൽ അദാഇബിൽ മദദി. ശത്രുക്കൾക്കെതിരിൽ എനിക്ക് നീ താങ്കൾ സഹായമായി മാറണേ. ശൈഖ് മുഹീദ്ദീനോട് വിളിക്കുന്നു. ഇതിങ്ങനെ ഈണത്തിന്റെ രാഗത്തിലൊക്കെ ആളുകൾ കേൾക്കുമ്പോ ഇത് അർത്ഥാർത്ഥങ്ങൾ അറിയോ, ചിന്തിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? എന്റെ അഭിമാനം സംരക്ഷിക്കുന്നവനെ സഹായിച്ചുകൊണ്ട് എന്റെ കൈ പിടിക്കണേ. ഇന്ന് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും തുടങ്ങുമ്പോ തന്നെ ശിർക്കിന്റെ വരികൾ റസൂലിനോട് നേരിട്ട് തേടിക്കൊണ്ട് തുടങ്ങണം. ഏത് ദീന് പറയും ശിർക്കിൽ ഇതുകൊണ്ടാണ് ദീന് പറയുന്നത് അല്ലേ? ഖലീഫത്തുല്ലാഹി, അല്ലാഹുവിന്റെ പ്രതിനിധിയായവരെ മുഹയ്യിദ്ദീൻ നേരിട്ട് വിളിക്കണം. ഇതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം. നോക്ക്, ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് ഈ ശിർക്കിനെ വെള്ളപൂശുന്ന ആളുകൾ പറയുന്നത്.
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പ്രമേയം. കുറെ കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ആളുകളൊന്ന് ട്രെൻഡാക്കാൻ വേണ്ടി പുതിയ നാമം കൊണ്ടുവന്നു. പിന്നത്തെ ഡയലോഗ് എന്തായി? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ആർത്തവം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണെന്ന് പറയാൻ വരെ ഈ നൂറ്റാണ്ടിലെ ഇക്കാലഘട്ടത്തിൽ പെട്ടെന്ന് ധൈര്യപ്പെട്ടു ഗൗരവമായി ആലോചിച്ചു അല്ലേ? അവിടത്തേക്ക് എത്തിയിട്ട് എത്ര മോശമായിട്ടാണ് ആ തൗഹീദിനെ കുറിച്ച് ചിത്രീകരിക്കുന്നതിന് ആലോചിച്ചു അല്ലേ? വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വദുൽമി വദ്ദുഅഫി ശദീദി ഫഅസ്ഇദി. നബിയെ, എനിക്കുണ്ടായ പ്രയാസം താങ്കൾക്ക് അറിയും നബിയെ. വദുൽമി, അതുപോലെ ഉപദ്രവവും, വദ്ദുഅഫി അശ്ശദീദി, കഠിനമായ ദൗർബല്യവും, അസ്ഇദി, എന്നെ സഹായിക്കണേ. ഇശ്ഫഅലി റബ്ബിക യുആഫിയനി വഅൻ ലാ യുശ്മിതിൽ അദാ ബി യാ സയ്യിദി. സയ്യിദായ നബിയെ, ശത്രു സന്തോഷം ഉണ്ടാകാതിരിക്കാൻ താങ്കൾ അവിടെ തന്നെ കാക്കണേ. താങ്കളുടെ റബ്ബിനോട് എനിക്ക് ആഫിയത്ത് നൽകാൻ ശുപാർശ ചെയ്യണേ റസൂലേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ആ നിലയ്ക്ക് ശിർക്ക് സമൂഹത്തിൽ മൂന്നാമതായി ശിർക്ക് വരുന്നത് അസ്മാഉ വസ്സിഫാത്തിലാണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അല്ലേ, അവന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് അസ്-സമീഉ വൽ ബസീർ. അസ്-സമീഉ വൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവൻ. അലീം, മറ്റൊരു വിശേഷണമാണ്, സർവവും അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ റബ്ബിനെ, അള്ളാഹുവിനെ മാത്രം വകവെച്ചു കൊടുക്കേണ്ട അല്ലേ? അവിടെ പലതും ഔലിയാക്കൾ എന്ന പേരിൽ ആളുകൾക്ക് വകവെച്ചു കൊടുക്കൽ, മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ പേരിൽ അല്ലേ പലതും വകവെച്ചു കൊടുക്കൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അലീം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം പ്രിയപ്പെട്ടവരെ? എല്ലാം അറിയുന്നവൻ, പരിധിയില്ലാതെ അറിയുന്നവൻ, പരിധിയില്ലാതെ എല്ലാം അറിയുന്നവൻ, എല്ലാം അറിവുള്ളവൻ. ആ അറിവ് فإن من جودك دنيا بضرتها ومن علومك علم اللوح والقلم. ബുധക്കാരൻ പാടുന്നത് فإن من جودك دنيا بضرتها, റസൂലേ താങ്കളുടെ ഔദാര്യമാണ് ഈ ഭൂമിയിൽ സർവ്വചരാചരങ്ങളും താങ്കളുടെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു. فإن من جودك الدنيا بضرتها ومن علومك علم اللوح والقلم. ദുനിയാവും അതിന്റെ മുഴുവൻ ചരാചരവും റസൂലേ താങ്കളുടെ ഔദാര്യം കൊണ്ട്, താങ്കളുടെ കൃപ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വമിൻ ഉലൂമിക, താങ്കളുടെ വിജ്ഞാനത്തിൽ അറിവിൽപ്പെട്ടതാണ് ഇൽമൽ ലൗഹി വൽ ഖലമി, പേന കൊണ്ട് എഴുതുന്നതെല്ലാം നബിയെ താങ്കൾക്കറിയാം. അഥവാ ലൗഹുൽ മഹ്ഫൂദിലെ അറിവ് ഒരു റസൂലേ താങ്കൾക്കുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഈ ഒരു വിശേഷണം അള്ളാഹുവിന്റെ റസൂലിന് വെച്ചു കൊടുക്കുക. ശരിക്കും ഇങ്ങനെ വരുന്നു, മനസ്സിലായോ? ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഈണത്തിനും രാഗത്തിനും ഇങ്ങനെ പാടിപ്പോകുമ്പോ കേൾക്കുമ്പോ ശരിക്കിന്റെ ആളുകൾക്ക് വല്ലാത്തൊരു കുളിരണി. എന്റെ ഗൗരവം അറിയുന്നുണ്ട് നമ്മൾ. ഇത് റസൂലിനെ വെച്ചിട്ട് റസൂലിന്റെ മദ്ഹ് എന്നാണ് അതിന്റെ പേര്. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അങ്ങനെ എത്രയെത്ര. അപ്പൊ അള്ളാഹു മാത്രം കാണുന്നവൻ, ആ നിലക്ക് റബ്ബിനെ മാത്രം അറിയുന്ന കാര്യങ്ങളില്ല. പടപ്പുകൾക്കും അറിയാം, എവിടെ നിന്നും കേൾക്കും, ഏത് ഭാഷയും അവർക്ക് മനസ്സിലാകും, എപ്പോഴും നമ്മൾ വിളിക്കുന്നിടത്ത് വരും എന്ന ഒരു വിശ്വാസം എന്നത് ഈ പറഞ്ഞ റബ്ബിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അതിൽ പങ്കുചേർക്കലാണ്. ഇപ്പോഴും വളരെ ഗൗരവമായി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ ചോദിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരു മുഅ്മിൻ അവന്റെ ശിർക്ക് സംഭവിക്കുമോ എന്നൊരു ചോദ്യം അല്ലേ? ഗൗരവമായി നമ്മൾ ആലോചിക്കണം അല്ലേ? മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കൂല. അഡ്വാൻസ് ആയിട്ട് ചില ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ശിർക്കും ഖുറാഫത്തിനും ഒരു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളി, എന്ത് ചെയ്താലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞോ, ഇനി ഒന്നും പേടിക്കണ്ട. ആ ഒരു അപകടത്തിലേക്ക് പോകുന്നത് അവിടെ ഗൗരവമായി പോയി. ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന വരുന്നുണ്ട്. എവിടെയെങ്കിലും ഇപ്പൊ സ്റ്റേജിൽ നിന്നൊക്കെ ആളുകൾ നേരിട്ട് യാ റസൂലല്ലാഹ് യാ വലിയല്ലാഹ് നേരിട്ട് വിളിക്കുന്ന പോലെ ഒരു ദുആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, എണ്ണിയാൽ തീരാത്ത പ്രാർത്ഥനകളുണ്ട് അല്ലേ? നോക്ക്, അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, മാ മിൻ മുസ്ലിമി യമൂതു ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ.
ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശുഫിഉ. ഒരാൾ മരിച്ച ഒരു മുസ്ലിം, എന്നിട്ട് അവന് വേണ്ടി 40 പേര്, 40 പേരുടെ പ്രത്യേകത എന്താ? ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ, അല്ലാഹുവോട് പങ്കു ചേർക്കാത്ത, റബ്ബിനോട് മാത്രം തേടുന്ന, റബ്ബാണെന്ന് അവനെ മാത്രം തൃപ്തിപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവർ നമസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവരുടെ ശുപാർശ ഇയാളുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടാതെ ഇല്ല എന്ന് ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മയ്യിത്ത് നമസ്കരിക്കുന്നവൻ മുസ്ലിം ആയിരിക്കും. അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ ശിർക്ക് വരുമെന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? റസൂൽ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എന്റെ ഉമ്മത്തിൽ ഇനി ശിർക്ക് വരില്ലെങ്കിൽ പിന്നെ എന്തിനാ റസൂൽ ഇങ്ങനെ പറഞ്ഞു? ഒരാൾ മരിച്ചിട്ട് അയാൾക്ക് 40 തൗഹീദുള്ള ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കണമെന്ന് റസൂൽ പറഞ്ഞു. ഇത് ചിന്തിച്ചു നോക്കി അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേരുന്നത് വരെ. മുസ്ലിമിന്റെ ഹദീസിൽ കാണാം വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നവൻ, ലാത്തയും ഉസ്സയും ഏതു കാലത്തെ ദൈവങ്ങളായിരുന്നു? ചിന്തിച്ചു നോക്കി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് വീണ്ടും ആരാധിക്കപ്പെടണമെങ്കിൽ ഇത്ര ഗൗരവമായി പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ എന്തിനാ സംശയിക്കുന്നത്? ഉണ്ടാവുന്നില്ലേ പറഞ്ഞേ? അത് വീണ്ടും ആരാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൊടിച്ചു പൊടിയാക്കി മണ്ണും നെടിയായി പോയത് വീണ്ടും ആരാധിക്കപ്പെടുന്ന കാലം വരുമെങ്കിൽ എവിടെ? മക്കയിൽ പൊടിച്ചു കളഞ്ഞ വിഗ്രഹങ്ങൾ, ആ ദൈവങ്ങൾ വീണ്ടും ആരാധിക്കപ്പെടുമെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കില്ലേ? ആലോചിച്ച് ഗൗരവമായി ചിന്തിച്ചു അല്ലേ? അതുകൊണ്ട് ഗൗരവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ. അതാണ് പറഞ്ഞത്, ക്രമേണ ശിർക്കിനെ അവിടെ നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ മനുഷ്യരും ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അവരെല്ലാം ഒന്നായിരുന്നു ഒരു കാലത്ത് തൗഹീദിൽ, പിന്നീട് ഭിന്നിച്ചു എന്ന് പറയും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. കാന ബൈന നൂഹി വ ആദമ 10 ഖുറൂൻ, നൂഹ് നബി അലൈഹിസ്സലാമിനും ആദം നബി അലൈഹിസ്സലാമിനും ഇടയ്ക്ക് 10 തലമുറ, 10 നൂറ്റാണ്ട്, 10 നൂറ്റാണ്ട്, 1000 വർഷം ഉണ്ടായിരുന്നു. കുല്ലുഹും അലാ ശരീഅത്തി മിനൽ ഹഖ്, എല്ലാവരും ശരീഅത്തിൽ ഹഖിലായിരുന്നു. പറഞ്ഞാൽ വഖ്തലഫു എന്ന് പറഞ്ഞാൽ തൗഹീദിൽ ഉറച്ചവരായിരുന്നു, ശിർക്ക് അവർ കടന്നു വന്നിട്ടേ ഇല്ലായിരുന്നു. വബഅസല്ലാഹു നബിയ്യിന മുബശ്ശിരീന മുൻദിരീൻ വകാന അന്നാസു ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞു. നോക്കണം കൃത്യമായിട്ട്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. ആ ആദം സന്തതികളിൽ സംഭവിച്ച ആദ്യത്തെ ശിർക്ക് ഇതായിരുന്നു. അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയും ശിർക്കിന്റെ നാൾ വഴികൾ എങ്ങനെയാ വന്നത്. അവിടെ പറയുന്നു ഫലമ്മ ഹലകു വഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് അല്ലേ ഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഹൂദ വയഊക നസ്റ വനസ്റ. പ്രധാനപ്പെട്ട 5 വിഗ്രഹങ്ങൾ ദൈവങ്ങൾ. ഇവരൊക്കെ അവരെ സംബന്ധിച്ച് പറഞ്ഞ വെറും കല്ലുകളല്ലേ എന്നല്ല പറഞ്ഞു, അത് വെറും പ്രതിമകളല്ലേ എന്നല്ല പറഞ്ഞത്. അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. ഇതാരാ വിശദീകരിച്ചത്? അല്ലാഹുവിന്റെ റസൂലാ വിശദീകരിച്ചത്. ഇത് വെറും കല്ലുകളല്ല, അത് കല്ലുകളല്ലേ അവരെ ആരാധിക്കുന്നതിനെ പറ്റില്ല. അല്ല, നൂഹിന്റെ ജനതയിൽ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരുടെ പേരുകളായിരുന്നു. ആര് പറയുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ തലമുറ ഫലമ്മ ഹലകു, എങ്ങനെ സ്റ്റെപ്പ് ശിർക്ക് വരുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചു പോയപ്പോ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻ ഇൻസിബു അലാ ഇലാ മജാലിസിഹിം. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മഹാന്മാരായ പുണ്യ ആത്മാക്കളല്ലേ, അവരെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഒരു മജ്ലിസ് ഉണ്ടാക്കണം, അവിടെ ഇങ്ങനെ ഭജനയിരിക്കണം, എഴുത്തിക്കാപ്പിരിക്കണം. ഒരു തലമുറ അങ്ങനെ കഴിഞ്ഞു പോയി, ഇവരെ ഓർമ്മകളിൽ. രണ്ടാമത്തെ തലമുറയിൽ ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും പോരാ, നിങ്ങളെ പുണ്യാത്മാക്കളെ മഹാന്മാരായ ആളുകളെ ബഹുമാനിക്കണ്ടേ, അപ്പൊ അവരെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഫോട്ടോ വരച്ചു വെക്കണം. അങ്ങനെ വരച്ചു വെച്ച് ഫോട്ടോ. രണ്ടാമത്തെ തലമുറ ശരിക്കും ചെയ്യുന്ന അങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. പക്ഷെ അവരെ പിഴപ്പിച്ചുകൊണ്ട് മൂന്നാമത് പറഞ്ഞ് പോരാ, നിങ്ങൾക്ക് നിങ്ങൾ മഹാന്മാരോട് സ്നേഹം ഉണ്ടെങ്കിൽ വെറും ഫോട്ടോ കൊണ്ട് മാത്രം പോരാ, അവരെ ഇബാദത്ത് ചെയ്യണം. മൂന്നാമത്തെ തലമുറയിൽ വന്നപ്പോൾ അവരുടെ രൂപം തന്നെ ഉണ്ടാക്കി വെച്ചു. ശിർക്ക്. അതാണ് അവിടെ ശിർക്കിന്റെ എങ്ങനെയാണ് നാൾ വഴികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ നോക്കണം,
എത്ര ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുശ്രികു ബില്ലാഹി ശൈഅൻ. ഇത് ശിർക്ക് പല ആളുകളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയെങ്കിൽ ഇപ്പോൾ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ആ നിലക്ക് വിശ്വാസം ആ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഇനിയും നമ്മൾ അതിൽ അവരുമായി മിംഗ്ലിംഗ് ആകുന്നുവെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിലല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഗൗരവമായി റസൂൽ പറഞ്ഞ തുശ്രികു ബില്ലാഹി ശൈഅൻ വഇൻ ഖതഅത വഹദക. നിന്നെ പീസായി മുറിച്ചാൽ തീയിട്ട് കരിച്ചാൽ ശിർക്ക് ചെയ്യല്ല. മനസ്സിലറിയാതെ ശിർക്കാണെന്നറിയാം. ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെ കൂടി അവനെ സഹായിച്ചാലും അവനും മിനൽ മുശ്രിക്കീൻ. അതന്നെ ശിർക്കിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അതിനുവേണ്ടി സഹായം ചെയ്യുക, സാമ്പത്തിക സഹായം. ഞങ്ങൾ പെട്ടുപോയി, മഹല്ലുകാരെ നമ്മൾ പുറത്താക്കി കളയും എന്ന വിശ്വാസമൊക്കെ റബ്ബിന്റെ മുന്നിൽ ചെന്നിട്ട് ആളുകൾ പറയും കുന്നാ മുസ്തദ്അഫീന ഫിൽ അർളി. ഞങ്ങൾക്ക് ചുറ്റും പ്രമാണിമാരുണ്ടായിരുന്നു, മഹല്ലുണ്ടായിരുന്നു, അവരെല്ലാം ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു, പേടിച്ചിട്ടാണ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ജനാസ ഞങ്ങൾ മക്കബറയിൽ അടക്കൂല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഈ ന്യായമൊക്കെ പറയുമ്പോൾ റബ്ബിന്റെ മുന്നിൽ ചെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പറയാം ആളുകൾക്ക് മുന്നിൽ ഗൗരവമായി ആലോചിച്ചു. നമ്മുടെ യുവാക്ക് നമ്മുടെ അധ്വാനം ശിർക്കിനെ സഹായിക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കിടക്കുന്നത് അവരെ രക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവമായി മനസ്സിലാക്കുന്നത്. കാരണം അറിയാം, ഈ വിയർപ്പെടുക്കുന്നതെല്ലാം ശിർക്കെന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹദീദത്തിൽ ഒരാൾ വന്നു, നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്വഭാവം, മുസ്ലിങ്ങളെ സഹായിക്കുന്ന ആളാണ്. അയാൾ വന്നിട്ട് പറയാൻ നബിയെ ഒരു സംഭവം മാത്രം നിങ്ങൾ കേൾക്കും, ഒറ്റ സംഭവം. നബിയെ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ. മുസ്ലിങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ്, മുസ്ലിങ്ങൾ സഹായം അയാൾ ചെയ്ത് ഒരുപാട് സഹായിക്കുന്ന മനുഷ്യനാണ്. സ്വഹാബികളെല്ലാം അയാളെ നല്ല സുഹൃത്തായി സ്വീകരിച്ചു. ഹദീസിൽ കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും എന്തായാലും നബി ഒന്നും വിലക്കാത്ത എന്താണ് ആയിക്കോട്ടെ എന്ന റസൂൽ പാടില്ല. നീ ശിർക്ക് ചെയ്യുന്നവനാണ്, നിന്റെ കർമ്മം അല്ലാഹു സ്വീകരിക്കുക. ഗൗരവമായി മനസ്സിലാക്കുക. ശിർക്ക് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് അല്ലാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നവന്റെ ഒരു കർമ്മവും സലാം പറഞ്ഞാൽ പോലും അല്ലാഹു സ്വീകരിക്കൂല. എല്ലാ സ്വാലിഹായ കർമ്മം തന്നെയാണ്, ഒരൊറ്റ കർമ്മം അല്ലാഹു സ്വീകരിക്കും. പിന്നെ അവരുടെ കാര്യത്തിൽ എന്തിനാ നമ്മൾ ഇത്ര വലിയ സങ്കടം? അത് ഗൗരവമായി നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി ഫഇസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറ്റവും വലിയ തിന്മ എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആന്റെ സംശയമില്ലാത്ത മറുപടി ഇന്ന ശിർക ലദുൽമുൻ അദീം. അതിന്റെ ശിർക്ക്, അതിന്റെ അപകടങ്ങൾ വളരെ ഗൗരവമാണ്. ചില ആളുകൾ ശിർക്കും തൗഹീദിനെ പറ്റി പറയുമ്പോൾ കുറച്ചു നേരം ഇങ്ങനെ കേട്ട് നിൽക്കും. എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും എനിക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് ആരൊക്കെ എന്തെല്ലാം പറയും, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു വിഭാഗം ആളുകളാണ് ശിർക്കിനെ പറ്റി പറയുന്നു, അതല്ല ശിർക്കല്ല തൗഹീദാണെന്ന് പറയുന്നു, അതല്ല തൗഹീദല്ല ശിർക്കാണെന്ന് പറയുന്നു എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക? എനിക്കിതൊന്നും കേൾക്കണ്ട, ചെവി പൊത്തിപ്പോകുന്ന ഒരാളെ സംബന്ധിച്ചോട് നോക്ക്. ദീനില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലോ അത് ചർച്ച ചെയ്യാൻ എത്ര സമയം പോകണം ആലോചിച്ചു അല്ലേ? വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ചോദിച്ചതാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? അത് മറന്നു മനുഷ്യൻ. എങ്ങനെ ശിർക്ക് വരുമെന്ന് പറയും? തന്നെ സൃഷ്ടിച്ച നാഥനല്ലേ റബ്ബ്, ആ റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തല്ലേ? അത് ഇബാദത്ത് ഞാൻ റബ്ബ് അല്ലാത്തവർക്ക് നൽകിയാൽ അത് ഗൗരവമായ തെറ്റല്ലേ? അത് മറന്നുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ചവനവനാണ്, എന്നിട്ട് അവരോട് നീ മറ്റൊരാളെ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നന്ദികേട് വേറുണ്ടോ? ഇതിവിടെ ചിന്തിക്കുന്നില്ല. അതാ പ്രശ്നം. എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബാണ്, ആ റബ്ബിനെ മാത്രം നൽകേണ്ട ആരാധനകൾ മറ്റൊരാൾക്ക് നൽകിക്കൂടാ എന്നൊരു ബോധം മനുഷ്യനില്ലാത്തത് കൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പറഞ്ഞു അല്ലേ? സബഉൽ മൂബിഖാത്തിലെ 7 വൻ പാപങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ തൗബയില്ലാതെ അല്ലാഹു ഒരിക്കലും ഈ ശിർക്ക് എന്ന മഹാപാതകം പൊറുക്കില്ല. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. റബ്ബിനോട് ശിർക്ക് വെക്കപ്പെടുന്ന അല്ലാഹു പൊറുക്കില്ല. ബാക്കിയുള്ള പാപങ്ങളെ തൗബ ചെയ്തില്ലെങ്കിലും അല്ലാഹു പൊറുക്കും. പക്ഷെ തൗബയ്ക്ക് കണ്ടീഷൻ, ശിർക്കിന്റെ കണ്ടീഷൻ തൗബ നിർബന്ധമായി.
വളരെ ഗൗരവമാണ്. കണ്ടോ, അള്ളാഹു അതിന് താഴെയുള്ള പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. നാലാമത്തെ പ്രശ്നം, ശിർക്കിന്റെ അപകടം, സ്വർഗം നിഷിദ്ധമാകും. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആലോചിച്ചൊക്കെ സ്വർഗത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വർഗത്തിൽ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന, ഞങ്ങൾ ശഫാഅത്ത് തേടുന്ന മഹാന്മാർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ. എനിക്ക് ഓരോക്കെ പറഞ്ഞു കൊടുത്താൽ ഇവരൊക്കെ നിങ്ങൾ നരകത്തിൽ പോകുന്നല്ലേ എന്ന് പറഞ്ഞത്, ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്ന മഹാന്മാർ വരും. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ പേടിയല്ല? ആലോചിച്ചു, എന്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു അല്ലേ? അവിടെ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം, അവിടെ എന്തെങ്കിലും അള്ളാഹ് ഒഴിവാക്കി പറഞ്ഞു, അവർ ചെയ്യുന്നതെല്ലാം നിഷ്ഫലമായി. എന്തെങ്കിലും ഒരു കാര്യം, നമസ്കാരം, സക്കാത്ത് അള്ളാഹ് സ്വീകരിക്കും, നോമ്പ് അള്ളാഹ് സ്വീകരിക്കും. ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞു നോമ്പ് ഒഴികെ ഇല്ല ഒരു കർമ്മവും. എന്നിട്ടും നമുക്ക് പലപ്പോഴും ഇപ്പോഴും അവരോടൊരു സിമ്പതിയാണ് പല വിഷയത്തിൽ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇവരുടെ ഒരു കർമ്മവും സ്വീകരിക്കൂല എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കൊരു വല്ലാത്ത സിമ്പതിയാണ് അവരുടെ കാര്യത്തിൽ. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളല്ലേ, അവരോടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കർക്കശമായി പെരുമാറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തൗഹീദ് നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല. സത്യം സത്യമാണ്. ആലോചിച്ചു അൽ മുംതഹന എന്ന സൂറത്ത് വായിച്ചു. തുടക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ആ ആയത്തിന്റെ ആ ഭാഗം നോക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിലായ മുശ്രിക്കുകളായ ആളുകളോട് എന്താണ് പറഞ്ഞത്? അത് ശരിക്കും ഉൾക്കൊണ്ടാൽ ഈ ഒരു സോഫ്റ്റ് കോഡ് ശിർക്ക് ചെയ്യുന്നവരോട് ഒരുത്തന് തോന്നൂല. നമ്മൾ വായിച്ചു പഠിച്ചു നോക്കി, അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്ത അത് നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. ഇല്ല, ബാക്കി നിങ്ങൾ നോക്കണം. ഇബ്രാഹിം നബിയുടെ വാക്കാണ്, നിങ്ങൾക്കും നമുക്കും ഇടയിൽ വിദ്വേഷം കടന്നിരിക്കുന്നു. ദേഷ്യവും എന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടാൻ പാടില്ലാന്നോ, സഹകരിക്കാൻ പാടില്ലാന്നോ, ഭൗതികമായ കാര്യങ്ങളിൽ അവരുമായി സഹകരിക്കാൻ പാടില്ല എന്നല്ല. പിന്നെ അവിടെ കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നവരെ എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഒരു മുസ്ലിം നമ്മൾ നിൽക്കേണ്ടത്, വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് വളരെ ഗൗരവമായി ആറാമത്തെ കാര്യം, മനഃശാന്തി ഇല്ലാതെ അല്ലെ? നിങ്ങൾ ആലോചിച്ചു നോക്കും, ശിർക്ക് ചെയ്യുന്ന സമയത്തോളം ഇവിടെ കണ്ട ഒരു ജാറത്തിൽ അവിടെ പോയി അവരെ പ്രസാദിപ്പിച്ചിട്ട് അവിടെ പൈസ ഇട്ട് വീട്ടിൽ പോകുന്നവൻ അവന് സമാധാനം കിട്ടിയെന്ന് വിചാരിക്കും, അവന് കിടക്കാൻ കഴിയില്ല. അപ്പോഴേക്കും കഴിഞ്ഞ കൊല്ലം ഞാൻ ഇന്ന ഒരാൾ അടുത്ത് പോയതല്ലേ, ഇത്തവണ ഞാൻ പോയിട്ടില്ല, ഊപ്പരത്തെ വിചാരിക്കുക അവിടെയും പോയി കുറെ പൈസ ഇടും. അവിടെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇന്ന താളത്തിൽ പോയിരുന്നു എന്ന് പറയും. ഇങ്ങനെ മനസ്സ് ഒരിടത്ത് നിൽക്കില്ല, അവരെ സമാധാനക്കേടേ ഉണ്ടാവും. വാങ്ങിയ സ്കൂട്ടർ കൊണ്ടുവരുമ്പോ തന്നെ നേരെ കൊണ്ടിലേക്ക് മറഞ്ഞു പോയി, ഇത് അന്ന അവസ്ഥ പറഞ്ഞതാണ്. ഓണമോക്കിൽ ആ ജാറത്തിൽ കയറി ഒരു നൂല് മന്ത്രിച്ച് അതിന്റെ ഹാൻഡിൽ ഒന്ന് കെട്ടിയാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ആലോചിച്ചു. അവന് സമാധാനം നടന്നാൽ കിട്ടാൻ കിട്ടൂല. വിശുദ്ധ ഖുർആൻ ഉദാഹരണം വരെ പറയുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഒരു ഏകനായ ഒരു യജമാനനെ തൃപ്തിപ്പെടുത്തുന്നവൻ കുറെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുന്നവനും തുല്യമാകുമോ എന്ന് വിശുദ്ധ ഖുർആനിൽ ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. റബ്ബിനെ മാത്രം ഭയപ്പെടുന്നവനെ വേറെ ആരെയും ഭയപ്പെടണ്ടല്ലോ. അല്ലാഹ് അല്ലാത്തവരെ ഭയപ്പെടുന്നവൻ അവരിൽ നിന്നും നന്മയും ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്നവനെ എല്ലാവരെയും പ്രതിപ്പെടുത്തേണ്ട അവസ്ഥ വരും. എത്ര കൃത്യമായി അല്ലാഹ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നാലാൾ കൂടുന്നിടത്ത് ആരുടെയും വികാരങ്ങളെ മുറിപ്പെടുത്താതെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ പങ്കുവെക്കുന്നത് നമ്മുടെ ബാധ്യതയല്ലേ? അല്ലേ? ഒരാളടുത്ത് കിട്ടുമ്പോൾ സമാധാനമായിട്ട് പറയാമല്ലോ. അവിടെ സംവാദം നടത്തി ജയിക്കുക എന്നതല്ല വിഷയം. നമ്മൾ മനസ്സിലാക്കിയ സത്യം ലളിതമായി പറഞ്ഞു കൊടുക്കുക, അത് നമ്മുടെ ബാധ്യത. കാര്യം എന്താ? നമ്മുടെ ബന്ധുവാണവൻ, അവന് സ്വർഗത്തിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് നമ്മുടെ കാര്യത്തിലുള്ളതുപോലെ പ്രിയപ്പെട്ടവരോട് ഉണ്ടാവണം. ആ ഗുണകാംക്ഷ അല്ലാഹു നമുക്ക് നൽകുമാറാണ്. ശിർക്കിന്റെ ഗൗരവത്തെയും പറ്റി മനസ്സിലാക്കുകയും അത് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനെ കണ്ണടയ്ക്കാൻ വിശ്വാസിക്ക് കഴിയില്ല. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തറിയോ? ശിർക്കിനെ അവൻ വെള്ളപൂശുകയാണ്, അല്ലെങ്കിൽ അതിനെ സോഫ്റ്റ് കോഡ് സ്വീകരിക്കുകയാണ്. അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതല്ലേ, കൂടുതൽ അങ്ങനെയല്ലേ, ഇനി എന്താണ് ചെയ്യാം എന്നൊക്കെ നെവർ മൈൻഡ് ആക്കുക എന്നത് നമ്മൾ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ തിരുത്തി ശരിയായത് മനസ്സിലാകാൻ അതിലേക്ക് തിരിച്ചു വരാനും അത് തിരുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വിശ്വാസത്തിൽ വന്ന പ്രവർത്തനങ്ങളിൽ വന്ന്
ശിർക്ക് ചെറുതായാലും വലുതായാലും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സ്വർഗം നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.